വിയറ്റ്നാമിലെ സാപ്പയിൽ വെച്ച് അവിടുത്തെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഒക്കെ വെയർ ചെയ്ത വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇവിടേക്ക് എങ്ങനെ എത്താന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹനോയിൽ നിന്ന് 6 hours ബസ് യാത്രയാണ് സാപ്പയിലേക്ക്. ടിക്കറ്റ്സ് ക്ലൂക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ബുക്ക് ചെയ്ത് വെറും 600 രൂപയുള്ളൂ. സാപ്പയിലെത്തി ടാക്സി എടുത്ത് കാറ്റ് വില്ലേജിലേക്ക് ഒരാൾക്ക് 150,000 VND ആണ് എൻട്രി ചാർജ് വരുന്നത്. രണ്ടാൾക്കും കൂടെ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ റെന്റ് വന്നത് 6 ലക്ഷം VND ആണ്. ഞെട്ടണ്ട, നാട്ടിലെ വെറും 2000 രൂപ. ഇനി അവിടുന്ന് വില്ലേജിന്റെ ഉൾഭാഗത്തേക്ക് പോകാനായിട്ട് 2 വീലറിലാണ് നമ്മൾ പോവുക. അതിന് എക്സ്ട്രാ 100,000 VND ആണ് ഒരാൾക്ക് വരുന്നത്. സാപ്പയിൽ നമ്മൾ ടോട്ടൽ 2 days ആണ് സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ച് ഹനോയിലേക്ക് തന്നെ ബസ്സിൽ വന്നു. ഇപ്പൊ ഞങ്ങള് ഹനോയ് എയർപോർട്ടിലാണ്. ദനാങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു KFC പോയിട്ടോ. ഓരോ ന്യൂ കൺട്രീസ് വിസിറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ KFC ട്രൈ ചെയ്യാന്നുള്ളത് എനിക്ക് ഷൈനും ഇഷ്ടമാണ്. ഓരോന്നിനും പ്രത്യേകതരം ടേസ്റ്റ് ആണ്. പിന്നെ ഇവിടുന്ന് ആദ്യമായിട്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള യോഗട്ടും കഴിച്ചു. ഫ്ലൈറ്റ് എടുത്തു, ദനാങ്ങിലെത്തി, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഈ ഒരു ഹോൾ ട്രിപ്പിൽ തന്നെ എന്റെ ഫേവറേറ്റ് സ്റ്റേ ആയിരുന്നു ഇത്. ഇവിടുത്തെ മോർണിംഗ് വ്യൂ ഒക്കെ സൂപ്പർ ആയിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്റെ ചാനലിലെ വിയറ്റ്നാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്.